Yo, what's up, guys? Welcome back to my new second. Yo, what's up, guys? Welcome back to my new video. ഇന്നത്തെ ഈ പുതിയ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് വലിയ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ പ്ലാൻ ആണ് ഒരു ഡോഗും ഒരു ഫാർം ഉണ്ടാക്കാൻ. നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ട് മനസ്സിലായിരിക്കും, അതുകൊണ്ടല്ല ക്ലിക്ക് ചെയ്തേ. അപ്പോൾ ഇത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ സമയങ്ങളുണ്ട്. പിന്നെ ഗൈസ്, ഇതാണ് എൻ്റെ പുതിയ അവതാർ. നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ റേറ്റ് ചെയ്യുക. 1 out of 10 നിങ്ങൾ എത്ര റേറ്റ് ചെയ്യും വേണ്ടി ഈ അവതാറിന്. പുറകെ ഒരു വ്യൂ ഉണ്ട്, അതിപ്പം കാണിക്കാൻ പറ്റത്തില്ല, കാരണം എനിക്കറിഞ്ഞൂടെ. ഇനഫ് ഓഫ് യാപ്പിംഗ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ രാവിലെ എണ്ണിച്ചിരിക്കുന്നു, നല്ല മോർണിംഗ്. ഇനി വെളി നോക്കാം ഗൈസ്. എനിക്ക് പാർട്ട് 2 അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം എൻ്റെ തലച്ചോറുണ്ട്. അത് എൻ്റെ എന്തോ ബുദ്ധി കൊണ്ട് ഞാൻ ഫുൾ പാർട്ട് ഡിലീറ്റ് ചെയ്ത് എല്ലാം തീർന്നു, അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. ഗൈസ്, നമുക്ക് വണ്ടറിങ് ട്രേഡർ എന്തെങ്കിലും നല്ലത് ഇല്ല സാറേ, ഒന്നുള്ള എനിക്ക് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയുന്നു, നോക്കട്ടെ. അയ്യോ എൻ്റെ തുപ്പിലെ, എന്നെ തേക്കത്തെ തുപ്പില്ലേ. എന്തുവാ ഇതിൻ്റെ ആയോണ്ടേനി പറ. അയ്യോ, ഇനി ഇവൻ്റെ താഴാമത്ത് പോകും. അയ്യോ തുപ്പി, അയ്യോ ചി തുപ്പി ചി. അവൻ കൊല്ലാൻ പോന്ന്, ലാമകളെ കൊല്ലാൻ പോയി. ലാമയെ കൊന്ന് കൊന്നില്ല. എന്തോ നല്ല കൂട്ടുകാരൻ, ഇതുവരെ ഒന്നും കൊന്നില്ല. നീ എന്തോടെ നിൻ്റെ ട്രേഡിൻ്റെ ഓഫർ? ഇത് നിന്നെ ജീവനോ ജീവിക്കേണ്ടതുണ്ട്. ഇത് പുഷ്പ, കൊല്ലവനെ. അവനെ ജീവനോട് കാണില്ല, കേട്ടല്ലോ. അങ്ങനെ കൊല്ല്. അവൻ്റെ അവൻ്റെ പെറ്റിനൊക്കെ കൊല്ല്. അങ്ങനെ തന്നെ ഗുഡ് ബോയ്. പക്ഷെ അവൻ വാണ്ടറിങ് ട്രേഡർ എവിടെ ഒളിച്ച്, അതുകൊണ്ട് അവന് ചെയ്യാൻ പറ്റില്ല. ഗൈസ്, ഇവൻ AFK ആയിരിക്കുക, എന്തോ ഫാമിലി പ്രോബ്ലം ടൈപ്പ് എന്തോ ആയെന്ന് തോന്നുന്നു. പിഗുനെ കൊന്ന്. എന്ത് മനുഷ്യനാണ് നീ? പിഗുനെ എങ്ങനെയാണ് നീ കൊന്നേ? നീ പിഗുനെ എങ്ങനെയാണോ കൊന്നേ? ഹൗ ഡെയർ യു കിൽ പിഗു? ഗൈസ്, സോംബി വരുന്നു. AFK ആവുക. അപ്പം ഞാൻ ഈ പാട്ടൊക്കെ സ്കിപ്പ് ചെയ്യാം. പക്ഷെ അവൻ്റെ AFK നിൽക്കൽ തീർന്നിരിക്കുക. അപ്പം നമുക്കിനി ഗൈസ്, അവൻ പട്ടിക്കുട്ടിയെ, അവൻ ഡോഗിനെ ടൈം ചെയ്യുന്നു ഗൈസ്. ടോമിനെ എനിക്കും കൊണ്ട് തരണം, എനിക്ക് ഡോഗിനെ ടൈം ചെയ്യടാ. ബോൺ താടാ ഇപ്പം താടാ അങ്ങ് ബോൺ ഇങ്ങോട്ടെത്താ, അല്ലെങ്കിൽ ഓക്കെ ഫ്രണ്ട്സ് വെച്ചിരിക്കാൻ തലേ. അങ്ങനെ തന്നെ അടുത്ത തന്നെ ബോണിൽ എനിക്ക് പട്ടിക്കുട്ടിയെ ടീം ചെയ്ത് പ്ലീസ് ടീമായി ഇത്ര ടീമായി ഗൈസ്. പാർട്ട് 3 നമുക്ക് ഡോഗിനെ കിട്ടി, നമ്മുടെ പെട്ട് കിട്ടി. ഇങ്ങോട്ട് ഗൈസ്. ഇവൻ്റെ പേരെന്ത് കിട്ടണമെന്ന് നിങ്ങൾ കോമൻറ്റ് ഡൗൺ ചെയ്യുക. കോമൻറ്റ് നമുക്ക് ഇവൻ്റെ പേര് എന്തെങ്കിലും ഇടാം. നിങ്ങളിപ്പം റൈസ് ക്രിസ്പിയോ എന്തെങ്കിലും അടിച്ചാൽ മതി. നിങ്ങളതങ്ങ് അടിക്കുമ്പോൾ ഞാൻ ആ പേര്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഞാൻ ഇവനിടും. അത് ഞങ്ങൾ വെളിയിൽ നെയിം ടാഗൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്തോളും. ഇപ്പോൾ അവിടെ ഇരിക്കും. ഇപ്പം ഇവൻ്റെ പേര് ഡോഗി. യെസ്, ഡോഗി. വെരി ഒറിജിനൽ നെയിം, വെരി ഡോഗി. യെസ്, ഇവൻ്റെ പട്ടിക്കുട്ടി തെള്ളി കൊണ്ടുപോകുന്നു. ഇതെന്തുവാ? എൻ്റെ പട്ടിക്കുട്ടി ഞാൻ പറയുമോ, പണ്ണ ഓണറാ, ഞാൻ തെള്ളിയിടന്നെ, ഞാനും കൂടെ സഹായിക്കാം. ചുമ്മാ അറിയാം. ഗൈസ്, ഇവനില്ലേ ഓഫ്ലൈൻ ഗ്രൈൻഡ് ചെയ്ത് ആ ഷവൽ വെച്ച് ഇത് റോഡുണ്ടാക്കിയവൻ, എന്തോ കാരണത്തെ എനിക്കറിഞ്ഞൂടാ. അപ്പം ഗൈസ്, ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ ഡോക്ക് ഉണ്ടാക്കും, ആ ഫാർം ഉണ്ടാക്കും. അപ്പോൾ ഇപ്പം എനിക്ക് ഡോക്ക് എവിടെ ഉണ്ടാക്കുന്നുണ്ട് അത് കണ്ടുപിടിക്കണം. ഇനി എന്തോ ചെയ്യാം ഗൈസ്. ഇച്ചിരി ഇതൊക്കെ ഇവിടെ താരെന്തെങ്കിലും ഗൈസ്. നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ആ കേവ് ഓർമ്മയുണ്ടോ ഗൈസ്? ഈ കേവ് ഓർമ്മയില്ലേ? ഞങ്ങൾ പറഞ്ഞ കേവ്, ഈ കേവ് ഡയറക്റ്റ് വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. ഇത് കണ്ടോ ഗൈസ്? ഇവിടെ ഡോക്ക് ഉണ്ടാക്കാം ഗൈസ്, ഇവിടെ തന്നെ ഡോക്ക് ഉണ്ടാക്കാം. സീനായത് നമ്മുടെ എൻട്രിക്ക് നല്ലതാണ്. അപ്പം ഗൈസ്, ഞാൻ ഇവിടെ ഇങ്ങനെ പ്ലാങ്ക്സ് ഒക്കെ വെച്ച് ഡോക്ക് തയ്യാറാക്കാം. ഇവൻ എന്തോത്തിനാണ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബോൺ തിരിച്ചു വേണം. എന്നെ അടുത്തോ, എനിക്ക് എന്തോത്തിനാ അടുക്ക്. ഞാൻ ഇവിടെ ഡോക്ക് ഉണ്ടാക്കാം. ഞാൻ ഇതിൻ്റെ ബേസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണാം. അപ്പം ഞാൻ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഫെൻസ് വെക്കടേ. ഫെൻസ് 1 2 3 ഇത് മൈൻ ചെയ്യണം ഗൈസ്. ടിക് മൈൻ ചെയ്തു. 4 പിന്നെ മറ്റേ സൈഡിലും കൂടി ഇത് വെക്കണം. 1
2 3 ഓ താങ്ക് ഗോഡ് 4 ഗൈസ് ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് സ്ലാബ് വെക്കണം, അത്രേ ഉള്ളൂ. സ്ലാബും കൊണ്ട് വെച്ച് ഡോക്ക് കുഴപ്പമില്ലാതെ ചെയ്ത്. എനിക്ക് ഡോക്ക് അത്ര അറിയത്തില്ല ഗൈസ്, പക്ഷേ ഇവിടെ ഞാൻ വെച്ച് ഡിസൈനർ ടൈപ്പ് ചെയ്യാൻ പോവാം. ഇവിടെ ഇങ്ങനെ വെച്ച് ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു ഫുൾ ഓൺ ആരോ ഷേപ്പ് നോക്കാൻ പോകും. ഞാൻ ആരോ പോലെ എന്തോ ഷേപ്പ് ഉണ്ടാക്കുക, എന്തോ തന്നെ ഇടണോ ഫോർ സം റീസൺസ്. അപ്പോൾ ഇത് ഈ മേലത്തെ റൂഫിൻ്റെ പകുതി ഔട്ട്ലൈൻ്റെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണാം. അപ്പം ഓക്കെ സെറ്റ് ഗൈസ്. അപ്പം ഞാൻ ഔട്ട്ലൈൻ ഉണ്ടാക്കി, ഇനി ഇത് ഫില്ല് ചെയ്താൽ മതി. ഇച്ചിരി കൂടെ ഉണ്ടല്ലോ, എവിടെ ഇച്ചിരി അങ്ങ് കവർ ചെയ്യാൻ നോക്കട്ടെ. ഇത് ഞാൻ കാണിക്കുക, നിങ്ങൾ കാണാം. എന്താ കാണിച്ചോ റൈറ്റ് ഗൈസ്, എം ഐ റൈറ്റ്? യെസോ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കി ഞാൻ ആരോ ഷേപ്പ് ചെയ്ത് ഇനി ഇത് ഫില്ലപ്പ് ചെയ്യണം. ഇത് ഫില്ല് ചെയ്യട്ടെ, എന്നിട്ട് ഈ ബ്ലോക്കിൻ്റെ മൈൻഡ് ചെയ്യട്ടെ. എന്തോ അമ്മ ഇവിടെ അവിടെ AV ഫോണിൻ്റെ സെർവർ എന്തുവാടെ ഇത്ര ഡിലേ ആക്കുന്ന സാധനങ്ങൾ. ഇനി ഇന്ന് ഇവിടെ ഈ 3 വെക്കും. ആരോ ഷേപ്പ് ഞാൻ വെച്ചിരിക്കുന്ന ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്തുവാ സുധിയെ മാത്രം കാണണേ. സുധി നല്ല യൂട്യൂബർ, ഇതെങ്ങനെ പോയി? സുധി നല്ല യൂട്യൂബറെ കാണണം, പക്ഷെ ഞങ്ങളുടെ പോലത്തെ കൊച്ചു യൂട്യൂബേഴ്സിനെ കാണണം. ഞങ്ങൾ നല്ല നല്ല കണ്ടന്റ് ഉണ്ടാക്കും. എഡിറ്റിങ് കൊള്ളത്തില്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി സപ്പോർട്ട് കാണിക്കണം. ഇതിങ്ങനെ നടക്കാൻ പാടില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കും ഒരുപാട് മൈൻക്രാഫ്റ്റ് മലയാളം യൂട്യൂബേഴ്സ് കാണുന്നില്ല, ഞങ്ങളിവിടെ കഷ്ടപ്പെട്ടിരിക്കുക. പക്ഷേ യൂട്യൂബ് നമ്മളെ ഫോർ യു പേജ് കൊണ്ടുവരാത്തെ. ഞങ്ങൾ ഫോർ യു പേജ് 3 സ്ലാബും കൊണ്ട് വേണം ഫോർ യു പേജ് കൊണ്ടുവരണം. നിങ്ങളാണ് ഞങ്ങൾ ഫോർ യു പേജ് കൊണ്ടുവന്ന് ഞങ്ങളെ വലുതാക്കാൻ സമ്മതിക്കണം ഗൈസ്, പ്ലീസ്. ഞങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, ഞാൻ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബിന് വേണ്ടി ഇത്ര മോട്ടിവേഷൻ സ്പീച്ച് തന്നെ. യെസ് യു ഗൈസ് ഗോട്ട് ഇറ്റ് റൈറ്റ്. അത് ഇനി 6 സ്ലാബ് മതിയായിരിക്കും. നോക്കാം. ഇങ്ങോട്ട് പോയിട്ട് ഈ 3 സ്ലാബ് ഇങ്ങോട്ട് പോകാം. 1 2 3. ഇനി 3 ഉണ്ട്, അതിപ്പോൾ ഇട്ടേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്ക്. എനിക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ ഇത്ര വർക്ക് ഹാർഡൊന്നും ചെയ്തില്ല ഗൈസ്. ഇതെൻ്റെ ഡോക്ക് റെഡിയായി ഗൈസ്. പിന്നെ നിങ്ങൾ സുധിയുടെ വീഡിയോ ഒക്കെ കാണണം, ബട്ട് ഞങ്ങളുടെയും കൂടി ഇച്ചിരി കാണണം. കാരണം ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ സുധിയുടെ പോലെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾക്ക് ഇച്ചിരി മൈക്ക് ഇങ്ങനത്തെ സെറ്റപ്സ് ഒന്നും ഇല്ലല്ലോ ഗൈസ്. പിന്നെ ഇച്ചിരി കഷ്ടപ്പെടാൻ ഞങ്ങൾ കുറച്ച് എഡിറ്റ് ചെയ്യാൻ ഒരുപാട് നോക്കും ഞങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പ്ലീസ് നിങ്ങളെങ്ങനെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് യെസ് ഇതൊന്ന് ചെയ്തേക്ക്. സുധിയെ കാണണ്ടെന്ന് പറയുമല്ല, സുധിയെ കാണണം. അവനെ ഞങ്ങൾക്ക് കണ്ടന്റ് തന്നെ. അണ്ണനെ ഞങ്ങൾക്ക് കണ്ടന്റ് തന്നെ. അണ്ണന് പറയണം, മാമന് പറയണം. മിണ്ടില് സുധിയുടെ അടുത്ത് ഇതാരും പറയില്ല, ആരും പറയില്ല. നിങ്ങൾക്കറിയാം എംപാക്സ് സുധിയുടെ ബിഗ് ഫാനാവുണ്ട്, വലിയ ഫാനാണ്. ഞാനും നല്ല കണ്ടന്റ് ഉണ്ടാകുന്നത് എനിക്കിഷ്ടപ്പെട്ട്. മൈൻക്രാഫ്റ്റ് സീരീസ് മലയാളം ഒരുപാട് ആൾക്കാർ ചെയ്യത്തില്ലല്ലോ. എനിക്ക് മിനിമം 3 പേരെ കാണുന്നുള്ളൂ സെർച്ച് ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾക്കത് 5 ആക്കണമെങ്കിൽ നിങ്ങൾക്കറിയാലോ ഡ്രില്ല്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അങ്ങനെ ഞങ്ങൾ ഗ്രോ ആയിട്ട് ഞങ്ങളും വലിയ യൂട്യൂബായി കാണും. ഗൈസ് ഇവൻ്റെ അടുത്ത് ഫാർം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഇവനെന്ത് താരോട്ടോണ്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഡോക്കിൻ്റെ എൻട്രി. നല്ല സീഡായിരുന്നു ഡോക്ക് ഉണ്ടാക്കാൻ. നല്ല കേവ് ഉണ്ടാക്കി, ടണൽ. ഗൈസ് ആക്ച്വലി ഡോക്കിന് അവിടെ ഒരു നീണ്ടിരിക്കാൻ സ്ഥലമില്ല. അതും നീണ്ടിരിക്കാൻ സ്ഥലമില്ലേ, അതൊന്നും ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഇച്ചിരി 3 ബ്ലോക്കൊക്കെ എങ്ങനെ ഇട്ടൊക്കെ ചെയ്ത് നോക്കാം. ഇവിടെ ഇങ്ങനെ ചെയ്ത് ഗൈസ് ഞാൻ പകുതി പാട്ട് സ്കിപ്പ് ചെയ്യാൻ കാണും. നിങ്ങൾ ഇത്ര കാണത്തില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പം ഓക്കെ സെറ്റ്. ഇപ്പം ഗൈസ് ഒരുപാട് കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പകുതി കംപ്ലീറ്റ് ആക്കി ഞാൻ. നമ്മുടെ ഈ ഡോക്ക് കണ്ടോ ഗൈസ്, ഇത് കണ്ടു നീണ്ടിരിക്കുന്ന ആ പാട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ഡിസൈൻ പോലെ എന്തോ ചെയ്തിരിക്കും. ഇനി നമുക്കിവിടെ ബാരലും കൂടി വെച്ചങ്ങ് തീർക്കാം. ബാരലിന് എന്തൊക്കെയായിരുന്നു വേണം, ബാരൽ എങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നത് ഗൈസ്? ഞാൻ ബാരലിൻ്റെ റെസിപ്പിയൊക്കെ നോക്കട്ടെ. അവിടെ തന്നെ ഇരിക്കും ടോമി, ഡോഗി. ഇപ്പം ഇനി എന്തോ ചെയ്യണം, പേരെന്തോ ബാരൽ റൈറ്റ്, ബാരൽ എന്ത് ഞാൻ എന്തോടെ എഴുതിയേ? തല
ബാ ഇടാം ബാരലിനിടുമ്പോൾ എല്ലാം തെറ്റുക. കണ്ടോ? ഇത്ര ഉള്ളായിരുന്നു. ഇത്ര സാധനങ്ങൾ മതി ബാരൽ ഉണ്ടാക്കാൻ. ചെസ്റ്റിൻ്റെ കാട്ടി നല്ലതാണല്ലോ ഡി. അപ്പോൾ ഇച്ചിരി ബാരൽ ഉണ്ടാക്കാൻ ഇത്രയൊക്കെ മതിയായിരിക്കും. ഇനി നമുക്ക് പോയി താഴെ ഇങ്ങനെ ടണ്ണിലിന് കയറി ബാരൽ എനിക്കൊരു സ്പോട്ടുണ്ട് അവിടെ ഇങ്ങനെ വെക്കാം. ഈ ബാരലിൻ്റെ ഫുള്ളും യൂസ് ഞാൻ പറഞ്ഞ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഫിഷ് ഇതുപോലൊക്കെ അത് ഇവിടെ വെക്കാം ഗൈസ്. നമുക്കിനി ഇവിടെ ഇങ്ങനെ വെച്ചാൽ ചിന്തിക്കുക. ഈ ക്രൗച്ച് ചെയ്ത് ഈ 3 കൂടി ഇട്ടിട്ട് യെസ് ഇതുപോലെ 2 കൂടി വേണം. അത് പിന്നീട് ഗൈസ് എങ്ങനെയുണ്ട് ഞങ്ങളുടെ ബാരൽ ഡോഗ് ബാരൽ. അപ്പോൾ മേളിൽ കയറിയിട്ട് ഇനി കുറച്ച് സാധനങ്ങൾ ചെയ്യണം. ഇവിടെ വീട് കണ്ടോ ഗൈസ്? ഇതാണ് എൻ്റെ വീട്. എൻ്റെ ബാട്ടൂല് ഇതായിരുന്നു ഉണ്ടാക്കിയത്. ഭയങ്കര കഷ്ടപ്പെട്ട് ഞെക്കി എന്തൊക്കെയാണ് ഗൈസ്. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ പുതിയ സീക്രട്ട് ചെസ്റ്റ് ഉണ്ടോ? ഇവിടെ സീക്രട്ട് ചെസ്റ്റ് ഒളിപ്പിച്ചിരിക്കും. എന്നെ കണ്ണു നോക്കാണ്ട് ഒരു അടിക്കില്ല എന്ന് പറഞ്ഞ് ഡിസ്കോഡ് 3 ബോ റോട്ടൺ ഫ്രഷ് ആപ്പിൾ കോപ്പർ ഇതൊക്കെ എന്ത് കണ്ട് ഇതൊക്കെ ഉണ്ടോ ഗൈസ്? സ്റ്റിക്കുണ്ട്. ഞങ്ങൾക്ക് സ്ട്രിങ് വേണം ഗൈസ്. ഫിഷിംഗ് റോഡ് ഉണ്ടാക്കണം. ഞങ്ങൾക്ക് സ്ട്രിങ് ഇല്ല. എന്താണ് സ്ട്രിങ് ഇല്ല? നീ പറഞ്ഞതാണ് സ്ട്രിങ് ഉണ്ടെന്ന്. കള്ളത്തരം പറയണേ നീ കള്ളത്തരം പറയുമോ? അപ്പം ഗൈസ് ഞാൻ സ്ട്രിങ് ഒക്കെ ഒപ്പിച്ചിട്ട് കാണാം. അപ്പം ഞാൻ സ്ട്രിങ് ഒക്കെ ഒപ്പിച്ച് ഫിഷിംഗ് റോഡ് ഉണ്ടാക്കി. ഈ ബാരലാണ് ഞങ്ങളുടെ ഫിഷിംഗ് റോഡൊക്കെ. പിന്നെ അവിടുത്തെ ആ 2 ബാരലും കൂടി വെച്ച് ഇപ്പം ഒന്ന് മീൻ പിടിച്ചു നോക്കാം ഗൈസ്. ഞാൻ ഒരുപാട് നാളായി മീൻ പിടിച്ചിട്ട്. അപ്പം നോക്കാം പറ്റുമോയെന്ന്. പറ്റത്തില്ലേന്ന് ഇച്ചിരി ഇറങ്ങിയിരിക്കുക. മീൻ വന്ന്. മൈ ഗോഡ് 3 ഒരുമിച്ച് എങ്ങനെ സ്പോണായി. ഹൂ കെയർസ്. എന്നാൽ അതിങ്ങനെ കയറത്തില്ല. ഇത് ബ്ലൂ ലൈൻ ടൈപ്പ് അല്ലേ? ബ്ലൂ ബബിൾ അത് വരുമ്പോഴാണ് സംഭവിക്കണേ. അപ്പം ഇങ്ങനെ വന്ന് ഇനി എന്തോ ടച്ച് മീൻ കിട്ടിയില്ലേ? എന്തുവാടാ ഷേടാ. അപ്പം ഗൈസ് അവനെ മീൻ പിടിപ്പിക്കാൻ പഠിപ്പിച്ച് ഇനി നമുക്ക് പോയി ഉറങ്ങിയിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് നിർത്താം. കാണാം. ഞാൻ ഒരുപാട് ഡിലേ ചെയ്തു ഗൈസ്. ഇത് ഞാൻ ഈ ദിവസം ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. ഈ ദിവസമാണ് ഇന്നത്തെ ദിവസമാണ് നമ്മുടെ 25 ആണ് ഞങ്ങൾ റെക്കോർഡിങ് ചെയ്ത്. ഞാൻ എഡിറ്റ് ചെയ്ത് അവനെ എഡിറ്റ് ചെയ്ത് ഏത് ദിവസത്താണ് എനിക്ക്. അപ്പം ഗൈസ് ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ, സീ യു ലേറ്റർ, പീസ് ഔട്ട്.